STU BD തൊഴിലാളി യൂണിയൻ ഹോസ്ദുർഗ് മേഖലാ സമ്മേളനം കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ച് നടന്നു. ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MC കമറുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് MK കുഞ്ഞബ്ദുള്ള ഹാജി പതാക ഉയർത്തിക്കൊണ്ട് സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. STU വർക്കിംഗ് കമ്മിറ്റി മെമ്പർ TK ഇബ്രാഹിം സ്വാഗതവും ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ മേസ്രി അധ്യക്ഷതയും വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം മെട്രോ മുഹമ്മദ് ഹാജി സഹായ വിതരണം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. A അബ്ദുൾ റഹ്മാൻ, ബഷീർ വെള്ളിക്കോത്ത്, കുഞ്ഞാമദ് പുഞ്ചാവി, അബൂബക്കർ ഹാജി, ഹുസൈൻ സാഹിബ്, കരീം കുശാൽ നഗർ, STU ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു. തൊഴിലാളി മേഖല ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത രീതിയിൽ പാവപ്പെട്ട സ്ത്രീകള് കിട്ടുന്ന വേതനം 30 രൂപ, 40 രൂപ, 50 രൂപക്ക് ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്ത് ഒരു ആനുകൂല്യവും ലഭിക്കാതെ ജീവിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ബീഡി തൊഴിലാളി മേഖലയിൽ നാം ദർശിക്കുമ്പോൾ അതിന് പല കാരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ബീഡി മേഖല എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരമായി ചിത്രീകരിച്ച് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞ് ബീഡി പുകവലിയെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനം. പക്ഷേ അതിലും അനാരോഗ്യപരമായ ഒരു മേഖലയാണല്ലോ മദ്യം. മദ്യം ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്, മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും ഇന്ന് മദ്യവ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേതനം കിട്ടുന്നത്. അതെന്തുകൊണ്ടാണ്? ബീഡി തൊഴിലാളികളെ പോലെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമായ ഇവിടെ നിരോധിക്കപ്പെടേണ്ട ഒരു വിഷവസ്തു വിൽക്കുന്ന ഒരു മേഖലയാണ് മദ്യമേഖല. ആ മദ്യവ്യവസായ മേഖലയിൽ ബീവറേജസ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷനിൽ കഴിഞ്ഞ വർഷം കൊടുത്ത ബോണസ് ഒരു തൊഴിലാളിക്ക് 60,000 ഉറുപ്പിക. ഒരു വർഷത്തിൽ ബോണസ് കൊടുത്തത് 60,000 ഉറുപ്പികയാണ് ബീവറേജസ് കോർപ്പറേഷനിൽ. അപ്പൊ മദ്യവ്യവസായ മേഖലയിലെ കള്ളുചെത്ത്, ചെത്ത് വ്യവസായ മേഖലയിലൊക്കെ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുമ്പോൾ അതേപോലെ തന്നെ ഹാനികരമായ ആരോഗ്യത്തിന് ഹാനികരമായ പൊതുജനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു മേഖലയായ ബീഡി മേഖലയിൽ ഇന്ന് 27 ഉറുപ്പികയും 37 ഉറുപ്പികയും കൂലി വാങ്ങി ജീവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ഇന്നും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ മുന്നോട്ട് വരികയാണ്. സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ ജില്ലയിലുള്ള മുഴുവൻ സ്ത്രീ തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു കർമ്മ പരിപാടി ജില്ലാ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ കമ്മിറ്റി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ പഞ്ചായത്തുകളിലും സ്ത്രീ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അവർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുകയും അവരുടെ കണക്കെടുക്കുകയും അവരുടെ വരുമാനത്തെക്കുറിച്ചിട്ട് അവരുടെ അതുപോലെ തന്നെ ബാക്കിയുള്ള വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ചിട്ട് അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊക്കെ പഠിക്കുകയും അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന, ഗവൺമെന്റിൽ മുഖേന, ബാക്കിയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ മുഖേന അവർക്ക് സഹായങ്ങൾ നൽകുകയും ആ തൊഴിലാളികളെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ കൈപിടിച്ചുയർത്താൻ പറ്റുന്ന എല്ലാവിധ പരിശ്രമങ്ങളും നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഈ പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാഞ്ഞങ്ങാട് മേഖലയിലും ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മേസ്രിയെ പോലെയുള്ള പൂർവ്വകാല നേതാക്കന്മാർ ഇന്നും ഊർജ്ജസ്വലമായി ഒരു യുവാവിന്റെ കരുത്തോടുകൂടി അതുപോലെ തന്നെ കർമ്മകുശലതയോടുകൂടി ഈ രംഗത്ത് ഇറങ്ങിത്തിരിക്കുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു.